എൻ്റെ പ്രിയരെ, കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്ന ആശയത്തിൻ്റെ അടുത്ത ഭാഗവും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കണമെന്ന് എനിക്ക് വാസ്തവത്തിൽ ആശയമുണ്ട് കേട്ടോ. എന്താണെന്നറിയാമോ? ഇവരുടെ ഏകാഗ്രതയും നിർമ്മലതയും ഇവിടെ നഷ്ടപ്പെട്ടു എന്നാണ് പൗലോസിൻ്റെ ഭയം. നഷ്ടപ്പെടുമോ എന്നാണ് പൗലോസിൻ്റെ ഭയം. 3-ാമത്തെ വാക്യം ഒരു പ്രാവശ്യം വായിക്കട്ടായോ? കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ എല്ലാം ഉള്ള ആദത്തെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഉപായം. ഹലോ, എല്ലാം കൊടുത്ത് ദൈവം സൃഷ്ടിച്ചിട്ട് നിനക്കൊന്നുമില്ലടാ എന്ന ഉപായം കൊണ്ടുവന്ന് സർപ്പം ഉപായത്താൽ ഹവ്വായെ ചതിച്ചതുപോലെ യേശുക്രിസ്തുവിൽ എല്ലാം ഉള്ളയിരിക്കെ, യേശുവിലൂടെ എല്ലാം തന്നിരിക്കെ, സ്വന്തം പുത്രനെ ആദരിക്കാതെ എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നപ്പോ എല്ലാം തന്നിരിക്കെ, നിങ്ങളുടെ മനസ്സിനെ ഏകാഗ്രതയും നിർമ്മലതയും നശിപ്പിക്കാൻ ഒന്നിനെ അനുവദിക്കരുത് കേട്ടോ. ഹല്ലേലൂയ. 4-ാമത്തെ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചോ. 11:4 കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നോക്ക ഏകാഗ്രതയും നിർമ്മലതയും. ഇനി ഞാൻ അതിൻ്റെ 2-ാമത്തെ ഭാഗം കൂടെ ഒന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പോവാ രോഗികൾക്ക് വേണ്ടി. ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. ഹല്ലേലൂയ. ഈ ഏകാഗ്രത നഷ്ടപ്പെടുന്ന എപ്പോഴാണെന്നറിയോ? ഇങ്ങോട്ട് നോക്കിക്കേ. ഇപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഏകാഗ്രത വേണമെങ്കിൽ ഞാൻ നശിപ്പിക്കാം. എങ്ങനെയാണെന്നറിയോ? അത് നിങ്ങൾ എന്നെ മാത്രം ഇങ്ങനെ വെട്ടാതെ ഇങ്ങനെ ടി വിയിലൂടെയൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ അടുത്ത് വേറെ എന്തെങ്കിലും ഒന്നിനെ കൊണ്ടുവന്നാൽ മതി. ഞാൻ അച്ഛനെ വിളിക്കാം. അച്ഛൻ ഇങ്ങോട്ട് വാ. എന്നെ നോക്ക. നിങ്ങളോട് ആര് പറഞ്ഞു അച്ഛനെ നോക്കാൻ? നിങ്ങൾ എന്നെ നോക്ക്. എപ്പോഴാ ഏകാഗ്രത നഷ്ടപ്പെടുന്നതെന്ന് അറിയാവോ? പറഞ്ഞേ എപ്പോഴാ ഏകാഗ്രത നഷ്ടപ്പെടുന്നതെന്ന് അറിയാവോ? ഉറക്കെ പറഞ്ഞേ. എപ്പോഴാ ഏകാഗ്രത നഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞേ. വേറെ ഏതോ ഒന്ന് അതിനടുത്ത് അതുപോലെ വരുമ്പോഴാണ് നമ്മൾ മെല്ലെ കണ്ണങ്ങോട്ടൊന്ന് പറിച്ചു വെക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലായി? ഒന്ന് മിണ്ടിക്കേ. അതായിരുന്നു ഇവിടുത്തെ സംഭവം. ഞാൻ ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിപ്പിക്കാം. 4-ാമത്തെ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചു വെച്ചാൽ, ഒരുത്തൻ വന്ന് 4-ാമത്തെ വാക്യം 11-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. 11-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. ഒരുവൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത. കണ്ട, അപ്പൊ ഇവിടെ ചില വിഷയങ്ങളുണ്ട്. അതാണ് ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിച്ചു എന്ന് പറഞ്ഞാൽ, നിങ്ങളിങ്ങനെ ക്രൂശിൽ സകലവും ചെയ്തു കഴിഞ്ഞ് യേശുവിൽ കണ്ണ് നട്ട് ഇരിക്കുകയായിരുന്നു. കർത്താവായ യേശു ക്രൂശിലല്ല എനിക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞ് കണ്ണ് നട്ടിരിക്കുമ്പം, ഈ യേശുവിൽ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പം വേറൊരു യേശുവിനെ അവിടെ വായിക്കുന്നത് ഒന്നുകൂടെ വായിച്ചു. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരാത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും മറ്റൊരേശു, മറ്റൊരാത്മാവ്, മറ്റൊരു സുവിശേഷം ലഭിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. അപ്പൊ പൗലോസ് കൊരിന്തോസിലുള്ള വിശുദ്ധന്മാർക്ക് 2-ാം ലേഖനം എഴുതുമ്പോൾ അവരോട് വ്യക്തിപരമായി സംസാരിക്കുകയാണ്. പറയാണ്, വേറൊരുത്തം വന്ന് വേറൊരു യേശുവിനെ ഉയർത്തിക്കാട്ടി. അതെന്നാ വേറൊരു യേശു? ഏതായത്? വേറൊരു ആത്മാവ്, വേറൊരു സുവിശേഷം. ഹല്ലേലൂയ. ഇത് മൂന്നും ഇന്നും ലോകത്ത് വ്യാപകമാണ്. വേറൊരു യേശു, വേറൊരാത്മാവ്. ഒന്ന് പറഞ്ഞു ഇത് മൂന്നും. വേറൊരു യേശു, വേറൊരാത്മാവ്, വേറൊരു സുവിശേഷം. ഇതുപോലെ തന്നെ തോന്നും.
ഇതേ ആത്മാവിനെ പോലെ തന്നെ തോന്നും, ഇതേ സന്തോഷം പോലെ തന്നെ തോന്നും. പക്ഷേ അതല്ല ഒറിജിനൽ. പൗലോസ് പറയാണ്, ഏകാഗ്രതയും നിർമ്മലതയും നിങ്ങൾക്ക് യേശു ക്രിസ്തുവിലായിരുന്നു. അവിടെ നിങ്ങൾ കണ്ണ് നട്ടിരിക്കുകയായിരുന്നു. അപ്പം വേറൊരു യേശുവിനെ ഉയർത്തിക്കാട്ടി. യേശുവിലൂടെ എല്ലാം കിട്ടിയെന്ന ഉപദേശത്തിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളോട് പറഞ്ഞു, ഒന്നും കിട്ടിയിട്ടില്ല. ഹല്ലേലൂയ. ഒന്നും കർത്താവ് കാൽവരി ക്രൂശിൽ തന്നിട്ടില്ല. തന്നിട്ടുണ്ടെങ്കിൽ പിന്നെന്നാ ഇങ്ങനെ? തന്നിട്ടുണ്ടെങ്കിൽ പിന്നെന്നാ വസ്തു സംബന്ധമായ വിഷയം ഇങ്ങനെ കിടക്കുന്നേ? തന്നിട്ടുണ്ടെങ്കിൽ പിന്നെന്നാ പോരാട്ടവും ബന്ധനവും? ഇത്ര പേർക്ക് കേൾക്കുന്നുണ്ട്. എല്ലാ യേശു കാൽവരി ക്രൂശി ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ പോരാട്ടവും ബന്ധനവും ഒക്കെയാണ്. കാൽവരി ക്രൂശി മൊത്തം സാത്താനെ ഒന്നും ജയിച്ചിട്ടില്ല. പകുതി ജയിച്ചു. പകുതി ജയിക്കാൻ നിങ്ങളുടെ കൈ തന്നിരിക്കുക. നിങ്ങൾ ഇനി ചവിട്ടിയും മെതിച്ചും കുത്തിയും കുറേ നാൾ പഞ്ഞം കിടന്നും കണ്ണും വയറും നട്ടെല്ലാം ഒട്ടിച്ചൊക്കെ ഒന്ന് വിടുതൽ പ്രാപിച്ചാലേ നിങ്ങൾക്ക് വിടുതൽ കിട്ടുള്ളൂ. അത് വേറൊരു സുവിശേഷമാണ്. എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് ഞാൻ പറയുന്നത്? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ ചില കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ ആൾക്കാർ പിണങ്ങിയിട്ടോ ഇണങ്ങിയിട്ടോ കാര്യമില്ല. അത് സത്യസന്ധമായ കാര്യമാണ്. യേശുവിലുള്ള വിശ്വാസം സൗജന്യമായിരിക്കെ, യേശുവിലുള്ള രക്ഷ പ്രാപിപ്പാൻ ആരും ഒരു വിലയും കൊടുക്കാതിരിക്കെ, യേശുവിൽ രക്ഷ പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന മതം മാറണമെന്നും, യേശുവിൽ രക്ഷ പ്രാപിക്കണമെങ്കിൽ നിങ്ങളുടെ വസ്ത്രശൈലി മാറണമെന്നും, യേശുവിൽ രക്ഷ പ്രാപിക്കണമെങ്കിൽ നിങ്ങളിട്ടിരിക്കുന്ന കമ്മൽ ഒരു തടസ്സമാണെന്നും, യേശുവിൽ രക്ഷ പ്രാപിക്കണമെങ്കിൽ നിങ്ങളുടെ മീശ മാറിയാലേ പറ്റുള്ളെന്നും കേൾക്കുന്നെങ്കിൽ ഓർത്തോണം, അത് വേറൊരു യേശുവാണ്, അത് വേറൊരാത്മാവാണ്, അത് വേറൊരു സുവിശേഷമാണ്. അപ്പോസ്തലന്മാരുടെ ഉപദേശമോ യേശുവിൻ്റെ ഉപദേശമോ ആദിമസഭയുടെ ഉപദേശമോ അല്ലാതെ പൗലോസ് ഇവിടെ അതിനെ നഖശതം എതിർക്കുകയാണ്. യേശുവിലുള്ള കോൺസെൻട്രേഷൻ മാറി ഇപ്പോൾ വേറെ പലതിലും കോൺസെൻട്രേഷൻ. യേശുവിനെ വിട്ടു ഇപ്പം മീശയുടെ പുറകെയാണ്. യേശുവിനെ വിട്ടു ഇപ്പൊ സ്വർണത്തിന്റെ പുറകെയാണ്. യേശു അല്ല വിഷയം. യേശുവിനെ വിട്ടു, യേശുവിലുള്ള ജയത്തെ വിട്ടു. ഇപ്പൊ പറയുന്നത് യേശുവിലാണേലും ബന്ധനമുണ്ട്. വചനം വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി കിട്ടിയിരിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ ഇനി അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. സ്വാതന്ത്ര്യത്തിന് ഒന്ന് പറഞ്ഞേ, സ്വാതന്ത്ര്യത്തിനായിട്ട് യേശു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ ഇനി അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. അപ്പൊ യേശു സ്വാതന്ത്ര്യത്തിനായിട്ട് സ്വതന്ത്രരാക്കി എന്ന് പറയുമ്പോഴും മറ്റൊരു സുവിശേഷം പറയും, അതൊക്കെ ശരിയാ, എന്നാലും ഒരു 3 ഇരുന്നാലേ അഴിയുള്ളൂ, ഒരു 7 ഇരുന്നാലേ അഴിയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാൽവരി കുരിശിൽ ദിവ്യബലി യേശു അർപ്പിച്ച് നിങ്ങളെ എന്നെ വിടുവിക്കുമ്പോൾ നിങ്ങൾ എത്ര 7 ഇരുന്നായിരുന്നു? ഒന്ന് പറഞ്ഞേ, നിങ്ങൾ എത്ര 14 ഇരുന്നായിരുന്നു? എത്ര ദിവസം പഞ്ഞം കിടന്നിട്ടാ കാൽവരി കുരിശിൽ യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ചത്? ശത്രുക്കളായിരുന്നപ്പോൾ കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തേ. നമ്മെ സ്നേഹിച്ചെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ ഒന്ന് കരമുയർത്തി ഒന്ന് പറഞ്ഞു, യേശു ക്രൂശിലെല്ലാം ചെയ്തു കഴിഞ്ഞു. നിങ്ങളുടെ രക്ഷയ്ക്കും നിങ്ങളുടെ നിത്യജീവനും ആവശ്യമുള്ള ഒരു കാര്യം പോലും യേശു വിട്ട് കളഞ്ഞിട്ടില്ല. അങ്ങനെ എന്നേലും വിട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ യേശു പറയത്തില്ലായിരുന്നു സകലവും നിവൃത്തിയായി എന്ന്. സകലവും നിവൃത്തിയായി എന്ന് യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ സകലവും യേശു ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സകലവും യേശു ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം എന്നാണെന്നറിയോ? വിശ്വസിക്കുക. ചേർന്ന് പറഞ്ഞു, വിശ്വസിക്കുക. ഹല്ലേലൂയ. പ്രവർത്തിക്കുകയല്ല, വിശ്വസിക്കുക. ഹല്ലേലൂയ. രക്ഷ സൗജന്യമാണ്. ഇനി ഞാൻ പറയട്ടെ, ഏതെങ്കിലും പ്രവൃത്തി കൊണ്ട് ദൈവത്തിലുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് നേടാൻ പറ്റുമായിരുന്നെങ്കിൽ യേശുവിൻ്റെ ആവശ്യം എന്നായിരുന്നു? നിങ്ങളെല്ലാവരും അങ്ങ് പ്രവർത്തിച്ചാൽ പോരായിരുന്നു. കാൽവരി കുരിശിലേക്ക് യേശുവിനെ വിടേണ്ട കാര്യം എന്നായിരുന്നു? ദിവ്യബലി അർപ്പിക്കേണ്ടിയ കാര്യം എന്നായിരുന്നു? ആ തിരുമുറിവുകളുടെ ആവശ്യം എന്തായിരുന്നു? നിങ്ങളുടെ ഒരു പ്രവർത്തിക്കും ദൈവത്തിൽ നിന്നൊന്നും നേടിത്തരാൻ കഴിയാതിരുന്നപ്പോൾ, നിങ്ങളുടെ പ്രവർത്തികളെല്ലാം ഡെഡ് വർക്കായി കിടന്നപ്പോഴാണ്, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ചത്ത പ്രവൃത്തിയായി കിടന്നപ്പോഴാണ് യേശു ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി വന്ന് പ്രവർത്തിച്ചത്. യേശു നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ വന്ന് പ്രവർത്തിച്ചത്. ഓ അറിയത്തില്ല ഈ വലിയ തന്ത്രം അറിയത്തില്ല. വിശ്വാസത്തിൽ നിന്ന് പ്രവൃത്തിയിലേക്ക് മനുഷ്യരെ കൊണ്ടുപോയി നശിപ്പിക്കുന്ന ഈ വലിയ പൈശാചിക തന്ത്രം
മറ്റൊരാത്മാവ്, മറ്റൊരേശു, മറ്റൊരു സുവിശേഷം. സാധാരണക്കാരന് കണ്ണാലെ കാണാൻ പറ്റുകയില്ല, എന്നാൽ കൃപ ലഭിച്ചവൻ അതിനെ കണ്ടോണം. കൃപ ലഭിച്ചതിനെ കണ്ടോണം. അതിനുവേണ്ടി നിന്നോണം. അതിനുവേണ്ടി ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുക. ഈ തലമുറയിൽ കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു. ഞാൻ ഉറപ്പിച്ചു പറയാം, ഇവരുടെ ഞാൻ പറയട്ടെ എല്ലാം ചെയ്തു കഴിഞ്ഞ യേശുവിനെ ആയിരുന്നു പൗലോസ് ഇവരുടെ കണ്ണു മുമ്പ് വരച്ചു കാട്ടിയത്. എന്നാൽ മറ്റൊരുത്തം വന്ന് വേറൊരു യേശുവിനെ വരച്ചു കാട്ടി. മറ്റ് എല്ലാം ചെയ്തു കഴിഞ്ഞ യേശുവിനെ വേറൊരു യേശുവിനെ വരച്ചു കാട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം തന്നെ, യേശുവിൽ വിശ്വസിക്കുമ്പോൾ തന്നെ, യേശുവിൽ വിശ്വസിച്ചാലും പാരമ്പര്യ ബന്ധനമുണ്ട്, യേശുവിൽ വിശ്വസിച്ചാലും ശാപമുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് മുറിക്കാൻ വരണം. എന്നതാ ശാപം? പച്ചക്കറിയല്ല, ശാപം. ഹല്ലേലൂയ. ഈ യോഗങ്ങളിലേക്കൊന്നും ദയവേത് ശാപം മുറിക്കാനും ശാപം തീരാനും ആരും വന്നേക്കരുത് കേട്ടോ. ഇവിടെ വരേണ്ടിയത് ശാപം തീർന്നുവെന്ന് തിരിച്ചറിഞ്ഞവരാണ്. കാൽവരി കുരിശിൽ യേശു ശാപം തീർത്തുവെന്ന് തിരിച്ചറിഞ്ഞവരാണ്. അവർക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഓ ഹല്ലേലൂയ. ഇന്ന് ഈ ഹോള് നിറഞ്ഞ് പുറത്ത് ആൾക്കാർ ഇരിക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാം, ഇന്ന് വിശ്വസിക്കുന്നവന് ഇത് രക്ഷയുടെ രാവിലെയാണ്. ഇന്ന് ടി വിയിലൂടെ ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഉറപ്പിച്ച് പറയാം, ഇത് വിശ്വസിക്കുന്ന നിങ്ങളിൽ അത്ഭുതം ചെയ്യുന്ന ദൈവശക്തിയാണ്. എന്താ കാര്യം എന്നറിയാമോ? ഏകാഗ്രതയും നിർമ്മലതയും. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്ത് പറ, ഏകാഗ്രതയും നിർമ്മലതയും. വേറെ ഒന്നും നോക്കല്ലെന്ന് പറ. വേറെ ഒന്നും നോക്കല്ലേ. ഞങ്ങളാകട്ടെ വേറൊരുവനാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ വന്ന്, ചിലപ്പോൾ ഞങ്ങൾക്ക് മാറ്റം ഉണ്ടാകാം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞങ്ങളാവട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ വന്ന് പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവൻ. കാരണം യേശു പൗലോസിന് വെളിപ്പെട്ട ക്രിസ്തു, അത് അദ്ദേഹത്തിന് ആ അളവിലാണ് ക്രിസ്തുവിൻ്റെ സഭയെ പൗലോസ് പണിതത്. ആ അളവിലാണ് അതിനെ ബിൽഡപ്പ് ചെയ്തുകൊണ്ട് വന്നത്. ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, വളരുമാറാക്കിയത് കർത്താവാണ്. ഇവിടെ ഇതാ ഏകാഗ്രതയും ഇവരുടെ മുമ്പിലേക്ക് വേറെ ഒന്ന് പതിഞ്ഞു പൗലോസിന്റെ ആബ്സെൻസിൽ. ഇങ്ങോട്ട് നോക്ക്. പൗലോസ് നാടുതോറും യാത്ര ചെയ്ത് ശുശ്രൂഷിച്ച ആളായിരുന്നു. ആളുടെ വിളി ഒരു അപ്പോസ്തലന്റെ വിളിയായിരുന്നു. ഒരു സ്ഥലത്തിരുന്ന് 40 പേരെ ഇരുന്ന്, അമ്മമ്മേ അച്ചായ ഞാൻ കൂടെ ഉണ്ട് കേട്ടോ, 1 തുമ്മി 3 തുമ്മം വീട്ടിൽ വരണമെന്ന് ആൾക്കാർ ആഗ്രഹിച്ചാലും പൗലോസിനെ കിട്ടില്ലായിരുന്നു. കേട്ടവർക്കായി സ്തോത്രം. ആളുടെ വിളി ഒരു അപ്പോസ്തലന്റെ വിളിയായിരുന്നു. മുമ്പേ നിന്ന സഭയില്, മുമ്പേ നിന്ന സമുദായത്തില് എല്ലാ ആഴ്ചയിലും ഞങ്ങളുടെ വീട്ടിൽ ആൾക്കാർ വരുമായിരുന്നു. എല്ലാ മാസവും ഞങ്ങളുടെ വീട്ടിൽ ആൾക്കാർ വരുമായിരുന്നു. കൃത്യം ശമ്പളം കിട്ടുന്ന ആ ദിവസങ്ങളല്ലേ വരാറ്? അല്ലേ ആ ശമ്പളം കിട്ടുന്ന ആ ദിവസങ്ങളല്ലേ വരാറ്? അപ്പം തന്നെ മനസ്സിലാക്കിയാൽ മതി, അത് ഇൻസ്റ്റാൾമെൻറ്റുകാരും ശമ്പളം കിട്ടുന്ന ദിവസത്തിൽ തന്നെയാണ് വരാറ്. മാസം പിരിവിന് വരുന്നവരും ശമ്പളം കിട്ടുന്ന ചിട്ടിക്കാരനും വരാറുള്ളത് അതേ സമയത്ത് തന്നെയാ. കേട്ടവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. മനസ്സിലാക്കിയവർക്കായി സ്തോത്രം. ഇവിടെ വീട് നിരങ്ങാൻ സമയമില്ല. ഇവിടെ 1 തുമ്മി 3 തുമ്മി 10 തുമ്മിയാലും വീട്ടിൽ ചിലപ്പോൾ വന്നില്ലെന്ന് വന്നേക്കാം. കേട്ടവർക്കായി സ്തോത്രം. പക്ഷെ ഒരു കാര്യം, ഇതിനിടയിൽ വേറെ ഒരു ക്രിസ്തുവിലേക്ക് നിങ്ങൾ വഴിതിരിഞ്ഞാൽ, കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കുന്ന ക്രിസ്തുവിലേക്ക് നിങ്ങൾ വഴിതിരിഞ്ഞാൽ, ഞാനത് വളരെ വ്യക്തമായിട്ട് പൗലോസിൻ്റെ ഈ വാണിങ് ഇവിടെ ഞാൻ ദൈവസഭയെ ഓർപ്പിക്കുകയാണ്. നിങ്ങളുടെ ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് ആൾക്കാർക്കെല്ലാം, ഞാൻ എപ്പോഴും ചിന്തിക്കുകയാണ്, ആൾക്കാർക്കെല്ലാം ഇഷ്ടം പുറമേ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങോട്ട് പോഷിപ്പിക്കുന്നതാണ്. അതിൻ്റെ പുറകെയാണ് മനുഷ്യരെല്ലാം. ഇങ്ങോട്ടൊന്ന് വന്നേ, ഒന്ന് പുറമേ പോഷിപ്പിക്കട്ടെ. അച്ചായോ ഇന്നലെയും കൂടെ ഭാര്യ വീട്ടിൽ അച്ചായൻ്റെ കാര്യം പറഞ്ഞിട്ടേ ഉള്ളൂ. എവിടെ ഇന്നലെയും കൂടെ അച്ചായൻ്റെ കാര്യം അങ്ങ് പറഞ്ഞിട്ടേ ഉള്ളൂ. അന്നേരത്തിന് അച്ചായൻ 2 സ്റ്റൂളിലോട്ടും കൂടെ കയറി. ഈ വിളച്ചിലുകളൊന്നും കർത്താവ് ഇഷ്ടപ്പെടുന്ന അല്ല പ്രിയരെ. ഹല്ലേലൂയ. ബി ജെനുവിൻ ആയിരിക്കാനാണ് കർത്താവ് ഇഷ്ടപ്പെടുന്നത്. കർത്താവ് ആഗ്രഹിക്കുന്ന അതാണ്. ചെയ്യാൻ പറ്റാത്ത കാര്യം പറയണ്ട, പറയാൻ പറ്റാത്ത കാര്യം ചെയ്യണ്ട. ഹല്ലേലൂയ. ചിലപ്പോൾ ആൾക്കാർ പറഞ്ഞേക്കാം, അത് എനിക്ക് അതിനുമായിട്ട് അങ്ങോട്ട് യോജിച്ച് പോകാൻ വേണ്ടി പറ്റുന്നില്ല, അവിടെ കെയറില്ല, എനിക്ക് ആശ. ശരിയാണ്, വാസ്തവത്തിൽ നിങ്ങൾക്ക് കെയർ തരേണ്ടത് കർത്താവിൻ്റെ ആത്മാവുമാണ്. ഒരു വലിയ പ്രൊട്ടക്ഷൻ്റെ കീഴിലാണ് നിങ്ങളുള്ളത്. ഇനി ഒരു വലിയ കൊടയാണ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഒരു വലിയ കൊടയാണ്, നിങ്ങൾ അതിൻ്റെ കീഴിലാണ്. ഇടയ്ക്ക് ബ്രദർ ആ കൊട മടക്കുമ്പോൾ നിങ്ങളുടെ മേൽ മഴ വീഴും. ഇടയ്ക്ക് ബ്രദർ ആ കൊട ഉയർത്തുമ്പോൾ നിങ്ങളുടെ മേൽ മഴ വീഴുകയല്ല. കമോൺ, ഒരു ഹല്ലേലൂയ പറഞ്ഞു.
പൗലോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങളുടെ ഇടയിൽ വന്നപ്പം നിങ്ങളുടെ പൊന്നോ വെള്ളിയോ ആഗ്രഹിച്ചിട്ടുണ്ടോ? അന്ന് പൊന്നാണയോ വെള്ളി നാണയോ ഒക്കെ ആയിരുന്നു. നിങ്ങളുടെ ഇടയിൽ വന്നപ്പം നിങ്ങളുടെ പൊന്നോ വെള്ളി ആഗ്രഹിച്ചിരുന്നോ? പൗലോസ് ആഗ്രഹിച്ചിരുന്നെങ്കിൽ ആരാ കാശ് കൊടുക്കാത്തെ? ഹല്ലേലൂയ. പക്ഷെ അദ്ദേഹം അവിടെ പോലും സ്വന്തം ചെലവിൽ യുദ്ധസേവ ചെയ്യുന്നവനാർ. ഞാൻ കൊരിന്തിൽ വന്ന് അധ്വാനിച്ച് നിങ്ങളുടെ ഇടയിൽ പാർത്തു എന്ന് നിങ്ങൾ അറിയുന്നല്ലോ. നിങ്ങൾക്ക് മുട്ടുവരാതിരിക്കേണ്ടതിന് എൻ്റെ സുഭിക്ഷവും എൻ്റെ ദുർഭിക്ഷവും നിങ്ങളെ അറിയിച്ചില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എന്താ മനോഭാവം? ആ മനോഭാവം മറ്റൊന്നുമല്ല. ഇത് വേറൊരുത്തൻ വരച്ചു കാട്ടുന്ന ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുവാൻ സാധ്യതയുണ്ടോ എന്ന് പൗലോസ് ഭയക്കുകയാണ്. കാരണം അദ്ദേഹം എപ്പോഴും അവിടെ ഇല്ല. പക്ഷേ ഈ വരച്ചു കാട്ടുന്നവന് വേറെ പണിയുമില്ല. അവൻ എപ്പോഴും വരച്ചു കാട്ടാൻ തയ്യാറുവാ. കേട്ടവർക്കായി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകൂടെ മിണ്ടിക്കേ, ഹല്ലേലൂയ. വരച്ചു കാട്ടുന്നവൻ എന്നും വരച്ചു കാട്ടാൻ തയ്യാറാ. പൗലോസ് ഒരിക്കലാ വരച്ചു കാട്ടിയേ. വരച്ചു കാട്ടുന്നവൻ എന്നും വരച്ചു കാട്ടാൻ തയ്യാറാ. ഹോളി വന്ന് വരച്ചു കാട്ടാൻ തയ്യാറാ, വീട്ടിൽ വന്ന് വരച്ചു കാട്ടാൻ തയ്യാറാ, നിങ്ങൾ പോകുന്നിടത്തൊക്കെ വന്ന് വരച്ചു കാട്ടാൻ തയ്യാറാ. പക്ഷെ അവൻ കള്ളനാ. അവൻ്റെ ഉദ്ദേശം നല്ലതല്ല. അവൻ നിങ്ങളുടെ ഏകാഗ്രത നശിപ്പിക്കാൻ വന്നതാണ്. നിങ്ങൾ ക്രിസ്തുവിലുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങൾ വഷളായി പോകുന്നത് ആഗ്രഹിച്ചു വന്നതാണ്. നിങ്ങളുടെ കണ്ണ് പറിക്കരുത്. ഓ, മണ്ണെ പ്രതി മാണിക്യം നിങ്ങൾ വിടരുത്. നിങ്ങൾക്ക് കിട്ടിയ മുത്ത് നിങ്ങൾ ഇട്ടുകളയല്ല. നിങ്ങൾ കണ്ട കാഴ്ച നിങ്ങൾ വിട്ടുകളയല്ല. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കുന്നു. കുരിശിലെല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞവൻ. വേണ്ടിയവര് മാത്രം അതിനെ ഏറ്റെടുത്തു. അതിന്റെ ജയത്തിന്റെ ആഘോഷം നിങ്ങളുടെ വീടുകളിൽ നടക്കട്ടെ. യേശുവിന്റെ നാമം ജയം. ഞാൻ ഈ പറയുന്ന ആശയം അച്ഛന് മനസ്സിലാവുന്നുണ്ടോ? ആൾക്കാർക്ക് ഇങ്ങനെ ഒലിപ്പിക്കുകയൊക്കെ ചെയ്യുന്നവരെ ഇഷ്ടം. അമ്മയുടെ മുഖം കണ്ടാൽ അറിയാം ഒരു ഐശ്വര്യമുണ്ട്. പക്ഷെ ഇവിടുത്തെ കൊമ്പൻ വിഷയമാണ്. എന്തെല്ലാം ഡയലോഗുകൾ പറഞ്ഞ് പാവങ്ങളെ വഞ്ചിക്ക്. ഇന്നലെയും കൂടെ സത്യത്തിൽ ആ മനുഷ്യനെ ഓർത്തിട്ട് പോലും ഇല്ല. ആ വർഷത്തിൽ ഓർത്തിട്ടില്ല. പിന്നെ ഇന്നലെയും കൂടെ. സോറികളെ, ഞാൻ പറയുന്നതിൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് ഫേസ്ബുക്കിൽ ആരോ അയച്ചു തന്നൊരു പിക്ചറുണ്ട്. വെരി ഗുഡ് പിക്ചർ. ഞാൻ വിചാരിച്ചത് ഷെയർ ചെയ്യണമെന്ന്, പക്ഷേ പിന്നെ എനിക്ക് സമയം കിട്ടിയില്ല. ഒരു വലിയ കുഴിയിൽ ഒരു മനുഷ്യൻ കിടക്കുകയാണ്. അപ്പം ആ കുഴിയിൽ മനുഷ്യൻ കിടക്കുമ്പോൾ ഒരാൾ കൈ നീട്ടി സഹായമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഈ താഴെ കിടക്കുന്ന ആളുടെ കൈ മാത്രമേ കാണുന്നുള്ളൂ. അയാൾ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, ഇങ്ങനെ സഹായിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം താഴെ നിൽക്കുന്ന ആൾ ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. അപ്പം തന്നെ മനസ്സിലായി കൈ നീട്ടി എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. അപ്പോൾ ഈ മേളിൽ നിൽക്കുന്ന ആൾ സഹായിക്കാൻ കൈ നീട്ടുന്നുണ്ട്. പക്ഷേ ഇയാൾ നിൽക്കുന്നതിൻ്റെ തൊട്ടിപ്പുറത്ത് വലിയൊരു ഏണി കിടപ്പുണ്ട്. കേട്ടവർക്കായി സ്തോത്രം. അതാ കുഴി കിടക്കുന്നവൻ കാണുന്നില്ല. കുഴി കിടക്കുന്നവൻ കാണുന്നത് മാത്രം ഈ കൈ നീട്ടി ഇങ്ങനെ കുലുക്കിക്കൊണ്ടിരിക്കുന്നവൻ്റെ കുലുക്ക് മാത്രമാണ് കേൾക്കുന്നവർക്കായി സ്തോത്രം. പക്ഷെ ഇപ്പുറത്ത് വലിയൊരു ഏണി കിടപ്പുണ്ട്. ആ പാവത്തിന് ഈ ഏണി ഇട്ട് കൊടുത്താൽ ഒരു കൈയും കുലുക്കണ്ട, തന്നെ കയറി മേളി വരും. വഞ്ചനയുടെ ലോകത്തെ തിരിച്ചറിയുക. വഞ്ചനയുടെ ലോകത്തെ തിരിച്ചറിയുക. ഇന്നിപ്പോൾ ആൾക്കാർക്കെല്ലാം വേണ്ട ഈ കൈ കുലുക്കുന്നവരെയാ. ബ്രദറെ ഏറ്റു കേട്ടോ, പ്രാർത്ഥിച്ചോളാവേ. ഇവിടെ ഏക്കത്തുമില്ല. ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നതല്ല, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുമില്ല. നിങ്ങൾ കൂട്ടിക്കോ, അതിനപ്പുറത്തൊന്നും ഇല്ലല്ലോ. ഒരു മാസം ഏറ്റവും കുറഞ്ഞത് 5 ലക്ഷം പേരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന എത്ര പേരെ ഓർക്കും? ബ്രദറിനെ ഓർത്തായിരുന്നു. പിന്നെ പക്ഷേ സഹോദരങ്ങളെ, ഈ വചനത്തിൻ്റെ ഒരൊറ്റ തിരിച്ചറിവ് എന്താണ് നിങ്ങളുടെ ഏകാഗ്രതയെ മാറ്റിയിരിക്കുന്നത്? ഇവിടെ വേറൊരു യേശുവിനെ വരച്ച് കാട്ടിയിട്ട് പറഞ്ഞു ഇതൊക്കെ യേശുവിലുള്ള ജീവിതം. ഇവരുമെല്ലാം കണ്ണു പറിച്ചു. ഇങ്ങോട്ട് നോക്ക്. കണ്ണു പറിക്കുമ്പോൾ കണ്ണ് നട്ടെടുത്തുന്ന നിങ്ങൾക്ക് എന്തോ നഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. കണ്ണ് നട്ടെടുത്തുന്ന നിങ്ങൾക്ക് എന്തോ നഷ്ടപ്പെടുന്നുണ്ട്. കണ്ണ് പറിക്കുമ്പോൾ കണ്ണ് നട്ടെടുത്തുന്ന നിങ്ങൾക്ക് എന്തോ നഷ്ടപ്പെടുന്നുണ്ട്. ഇല്ലല്ല, മനസ്സിലായില്ല. കണ്ണ് നട്ടപ്പോൾ കണ്ണ് പറിച്ചപ്പോൾ കണ്ണ് നട്ടെടുത്തുനിന്ന് നിങ്ങൾക്ക് എന്തോ നഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കി. ആരോ ചോദിക്കുന്നു, എൻ്റെ വൃക്ഷം മാത്രം എന്താ വളരാത്തെ? എൻ്റെ വൃക്ഷം എന്താ മാത്രം വളരാത്തെ? എൻ്റേത് മാത്രം എന്നാ ഇല വരാത്തെ? എൻ്റേത് മാത്രം എന്നാ ശിഖരം ഉണ്ടാകാത്തെ?
അതിന് മുമ്പ് ഈ ചോദിക്കുന്ന ആളോട് ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ആഴ്ച ഇതിനെ എവിടെയാണ് നട്ടത്? അത് അപ്പുറത്തെ പറമ്പിൽ. ഈ ആഴ്ച ഇതിനെ എവിടെ കൊണ്ടുവച്ചിരിക്കുക? ഇപ്പുറത്തെ പറമ്പിൽ. ഇനി അടുത്ത ആഴ്ച ഇത് എവിടെ ആയിരിക്കും? മിക്കവാറും 3 പറമ്പ് അപ്പുറത്ത്. എങ്ങനെ വളരാനാ? അവിടെയെങ്കിലും നിന്നായിരുന്നേ അവിടെ വേറെ ഇറങ്ങിയാനേ, ഇവിടെയെങ്കിലും നിന്നായിരുന്നേ ഇവിടെ വേറെ ഇറങ്ങിയാനേ. അവിടെയില്ല, ഇവിടെയില്ല. എന്നിട്ട് ഇപ്പം ചോദിക്കുകയാണ്, ഞാൻ 3.5 ആഴ്ച പോയിട്ടും എനിക്ക് വളർച്ചയൊന്നും ഉണ്ടായില്ലല്ലോ. വേരുറപ്പിച്ചെന്നില്ല. യേശു എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് ഉറപ്പ് പറ. തൻ്റെ അടുത്തോടെ പറ, ഉറപ്പോടെ പറ, ഉറക്കെ പറ. ക്രിസ്തുവിൽ അങ്ങോട്ട് വേരൂന്ന്. നിങ്ങളുടെ ഏകാഗ്രത നശിപ്പിക്കുന്ന എന്താണ്? അതിനെ എറിഞ്ഞുകളാ. എന്നിട്ട് പറ, കാൽവരി ക്രൂശിൽ കർത്താവ് എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് പറ. ഉറക്കെ പറ, ഉറക്കെ പറ. എനിക്ക് വേണ്ടി നിങ്ങളുടെ പുറകെ വരും. ഞാൻ പറയാം, ഇന്ന് നിങ്ങൾ പുറകെ പോകുന്ന വിഷയങ്ങൾ നിങ്ങളുടെ പുറകെ വരും. ഇന്ന് നിങ്ങൾ മറുപടി ഇല്ലെന്ന് പറഞ്ഞ് മാറ്റിവെച്ച വിഷയങ്ങൾ മറുപടികളുമായി നിങ്ങളുടെ പുറകെ വരും. ഒരു 5 ദിവസം, ഓ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഉറപ്പ് പറയാം. വർഷങ്ങളായിട്ട് ഈ ശുശ്രൂഷകളോട് ലോകമെമ്പാടും സഹകരിക്കുന്ന സൗകര്യങ്ങളുണ്ട്. ദുബായിൽ നിന്ന് ഈ സമയത്ത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവരുടെ അനുഭവം ഞാൻ അവിടെ ചെന്നപ്പോൾ കേൾക്കുകയായിരുന്നു. ബ്രദറെ 18ഉം 20ഉം അവിടെ ഒരു ബിനോ ബ്രദറുണ്ട്. ബിനോ ബ്രദറിൻ്റെ സാക്ഷി ഞാൻ കേൾക്കുകയായിരുന്നു. ബ്രദറെ 20-ലധികം വർഷം ബന്ധനത്തിൽ വിശ്വസിച്ചു. ബന്ധനം ഒത്തിരി വന്നു, ഒരുപാട് ബന്ധനമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 9 മാസം യേശു ക്രൂശിലെല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് വിശ്വസിച്ചു. ജീവിതം മാറി മറിഞ്ഞു, വരുമാനം മാറി മറിഞ്ഞു. ഓ, കരമടിച്ചു യേശുവിന് ആരാധന കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആവർത്തിച്ച് പറയാം, എനിക്കിത് പൊതുവെ പറയുന്നതിന് ലജ്ജയില്ല. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറഞ്ഞ വാക്കാണ്, ബ്രദറെ ബന്ധനവും പോരാട്ടവും വിശ്വസിച്ചപ്പോൾ ഒന്നിനൊന്നിന് ഞങ്ങൾ കീഴോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം വിശ്വസിക്കാൻ തുടങ്ങിയ പിന്നെ കീഴോട്ടല്ല മേളിലോട്ട് വന്നുകൊണ്ടിരിക്കുക. അനുഭവമുള്ളവരൊന്ന് ചേർന്ന് ആമേൻ പറഞ്ഞു. നിങ്ങളുടെ മക്കൾ പോലും ഒരു പട്ടണത്തിൽ നിങ്ങളൊരു ബിസിനസ് തുടങ്ങിക്കോ, പോരാട്ടവും ബന്ധനവും വിശ്വസിച്ചാൽ നിങ്ങൾ തുടങ്ങുന്നതെങ്കിൽ ഞാൻ ഉറപ്പ് പറയാം, നിങ്ങൾ അതിവേഗത്തിൽ ആ പട്ടണത്തിൽ നിന്ന് കെട്ടേണ്ടി വരും. 8 കടമുറി 6 കടമുറിയാകും, പിന്നെ അത് 5 ആകും. 5 ആകുമ്പോൾ ഒരാൾ വന്ന് പ്രാർത്ഥിച്ചിട്ട് പറയും, ഇതിൻ്റെ അകത്ത് എന്തോ ദോഷമുണ്ട്, ഇതുകൂടെ വിറ്റേക്കാൻ പറയും. അങ്ങനെ 4 ആകും. ദോഷമുള്ളത് വിൽക്കുമ്പോഴും ദശാംശം വാങ്ങും, അതിൽ മടിയൊന്നുമില്ല. ദോഷമുള്ളത് വിൽക്കുമ്പോൾ പിന്നെ എന്തിനാ ദശാംശം വാങ്ങുന്നത്? ദോഷമുള്ളതല്ലേ, അത് വിൽക്കുമ്പോൾ പിന്നെ എന്തിനാ ദശാംശം വാങ്ങും? ദോഷമുള്ളത് ദശാംശമാകുമ്പം ദോഷമില്ല. അതാണ് പുതിയ പഠിപ്പേര്. കേട്ടവർക്കായി സ്തോത്രം. ദോഷം ഇത് വിറ്റേര് ബ്രദറെ, ഇതിനകത്ത് ഭയങ്കര വരുത്തുപോക്കാന്ന് പറഞ്ഞ് വിൽക്കുന്നത്. വരുത്തുപോക്കിൻ്റെ വീതം എന്തിനാ വാങ്ങാൻ പിന്നെ ചെല്ലുന്നേ? അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ഒന്ന് കണ്ണ് നട്ടെ. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലേക്ക് ഒന്ന് കണ്ണ് നട്ടെ. ഒന്ന് ചേർന്ന് പറഞ്ഞേ, ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിലേക്ക് ഒന്ന് കണ്ണ് നട്ടെ. വേറെ ഒന്നും വേണ്ട. ഒന്ന് കരമുയർത്തി ഒന്ന് പറഞ്ഞേ, യേശു എനിക്ക് വേണ്ടി സകലവും കാൽവരി ക്രൂശിൽ ചെയ്തു കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉറക്കെ പറ, ഐ ബിലീവ് ഇൻ ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസ്. ഹല്ലേലൂയ. യേശു എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ സകലവും പൂർത്തീകരിച്ചു ഞാൻ വിശ്വസിക്കുന്നു. ഓ ഹല്ലേലൂയ. ഞാൻ രണ്ട് കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്ന് ഇതാണ്, രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക. ദയവായിട്ട് ശ്രദ്ധിക്കുക. ഒന്ന്, നിങ്ങൾ കണ്ണ് നട്ടിരിക്കുന്നിടത്തുനിന്ന് നിങ്ങൾ കണ്ണ് പറിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വേര് മുറിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ കണ്ണ് നട്ടിരിക്കുന്നിടത്തുനിന്ന് നിങ്ങൾ നിങ്ങളുടെ കണ്ണ് പറിക്കുമ്പോൾ നിങ്ങളുടെ വേര് മുറിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുകയാണ്. ഈ മകൻ ഇന്നിവിടെ വെച്ച് യേശുവിൻ്റെ ജീവന്റെ സമൃദ്ധി സ്വീകരിക്കട്ടെ. ഓ, ജീവനോടെ അത് ഇറങ്ങട്ടെ. സൗഖ്യത്തിനായിട്ട് ജീവനോടെ അത് കഴിഞ്ഞു. നോക്കിയോ എന്നാ ചെയ്യാൻ പറ്റാതെ അതെല്ലാം ചെയ്തു. പെട്ടെന്ന് ചെയ്തു. മുട്ട് മടങ്ങരുത്. മുട്ട് മടങ്ങാൻ നിലത്ത് കൈകൊത്തണം. ഇനിയും ചെയ്തു. ജീസസ് പെർഫെക്റ്റ് ആയോ? കുറവുണ്ട്. പെർഫെക്റ്റ് ആയോ? പെർഫെക്റ്റ് ആയി. കുറവുണ്ടോ? പെർഫെക്റ്റ് ആയി. പെർഫെക്റ്റ് ആയി. ഓടിക്കുവന്ന്. ഇന്ന് എന്നോടൊപ്പം ഈ വചനം കേൾക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൽ നിന്ന് കണ്ണ് പറയുന്നതിന് മുമ്പ് യാതൊന്നും
ഞങ്ങൾ കണ്ടിരുന്നില്ല. എന്നാൽ യേശുവിൻ്റെ ക്രൂശിലെ പ്രവൃത്തിയെ അതിൽ നിന്ന് കണ്ണു പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ വേറെ പലതും കാണാൻ തുടങ്ങിയത്. യേശുവിനെ നോക്കിയപ്പോൾ ഞങ്ങൾ തിരമാലയെ കണ്ടിട്ടില്ല. യേശുവിനെ നോക്കിയപ്പോൾ ഞങ്ങൾ ഭയത്തെ കേട്ടിട്ടില്ല. യേശുവിനെ നോക്കിയപ്പോൾ യാതൊന്നിനെയും ഞങ്ങൾ ഭയപ്പെട്ടിട്ടില്ല. എന്നാൽ യേശുവിൽ നിന്ന് കണ്ണു പറഞ്ഞപ്പോൾ വേറെ പലതും ഞങ്ങൾക്ക് വലുതായി തോന്നി. ഇന്ന് ഞങ്ങളുടെ കാലൊരൽപ്പം മുങ്ങുന്നെങ്കിൽ അത് ബോട്ടിലിരുന്ന് വെള്ളത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ കർത്താവിൽ മാത്രമായിരുന്നു കണ്ണ്. യേശുവിൻ്റെ ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തിയിൽ മാത്രമായിരുന്നു കണ്ണ്. എന്നാൽ ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഭീകരതയും കടലിൻ്റെ ഓളങ്ങളിലേക്കും ഏകാഗ്രത നഷ്ടപ്പെടുത്തി കാഴ്ച മാറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കണ്ണിന്ന് പിന്നെയും ഞങ്ങളുടെ പ്രാണപ്രിയനിൽ ഞങ്ങൾ നടുകയാണ്. ഇന്ന് എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും ഈ വചനം തിരിച്ചറിവാവണം, ജീവനാവണം, അത്ഭുതമാവണം. അതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ.